നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്ന പ്രോബ്ലം പോലത്തെ പ്രോബ്ലം തന്നെയാണ് വീണ്ടും വന്നിട്ടുള്ളത്. പക്ഷേ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം ആണ് കേട്ടോ. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയതാണ്. കഴിഞ്ഞ പ്രോബ്ലം ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള പ്രോബ്ലം തന്നെയാണ്, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്താ പറയണമെന്ന് വെച്ചാൽ, എ ബോക്സ് കണ്ടെയ്ൻ 6 റെഡ് 5 ബ്ലൂ ആൻഡ് 4 ഗ്രീൻ ബാൾ. 3 balls are drawn at random. Find a probability that ഫസ്റ്റ് പറയുന്നത് all are blue. Second one, all balls are either blue or red. Fourth one, at least one green ball. അതായത് ഒരു ബോക്സിൻ്റെ ഉള്ളിൽ 6 റെഡ് ബാളുകൾ, 5 ബ്ലൂ ബാളുകൾ, 4 ഗ്രീൻ ബാളുകൾ ഉണ്ട്. ഇതിന് നമുക്ക് 3 ബാളുകൾ സെലക്ട് ചെയ്യണം. അതാണ് നമ്മളെ റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടുത്തെ റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ 6ഉം 5ഉം 11, 11ഉം 4ഉം 15. 15 ബാളിൽ നിന്ന് 3 ബാളുകൾ സെലക്ട് ചെയ്യണതാണ് നമ്മൾ റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇവിടുത്തെ സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക? സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ മൊത്തം 15 ബാളിൽ നിന്ന് 3 ബാളുകൾ സെലക്ട് ചെയ്യുന്ന എല്ലാ പോസിബിൾ സെലക്ഷൻസും എവിടെ വരും? നമ്മളെ സാമ്പിൾ സ്പേസിൽ വരും. അപ്പോൾ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 15 ബാളിൽ നിന്ന് 3 ബാളുകളെ എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം? കാരണം മൊത്തം നമ്മളെ കയ്യിൽ 15 ബാളുകളുണ്ട്. നമ്മളെ റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ 3 ബാൾ സെലക്ട് ചെയ്യലാണ്. അപ്പോൾ ടോട്ടൽ 15 ബാളിൽ നിന്ന് 3 ബാളുകളെ എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം? അതായിരിക്കും നമ്പർ ഓഫ് എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് നമുക്ക് കോമ്പിനേഷൻ വെച്ച് കണ്ടുപിടിക്കാൻ അറിയാലോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും വരിക? അപ്പോൾ there are 6 plus 5 plus 4 equal to 15 balls are in total. We have to select 3 balls at random. നമുക്ക് 3 balls ആണ് സെലക്ട് ചെയ്യേണ്ടത്. ദിസ് ക്യാൻ ബി ഡൺ ഇൻ, ഇതിന് എത്ര വയസ്സിൽ ദിസ് ക്യാൻ ബി ഡൺ ഇൻ എത്ര വയസ്സിലാണ് ഇത് ചെയ്യാൻ പറ്റുക? ടോട്ടൽ 15 ബാളുകളാണ് ഉള്ളത്. അതിന് 3 ബാളുകൾ നമുക്ക് സെലക്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ആൻസർ എന്തായിരിക്കും? 15C3 ആയിരിക്കും. 15C3. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ക്യാൻ ബി ഡൺ ഇൻ 15C3 ways. ദിസ് ക്യാൻ ബി ഡൺ ഇൻ 15C3. 15C3 ചെയ്യുമ്പോൾ എന്താ വരിക? 15C3. അപ്പോൾ നമ്മൾ ഫാക്ടോറിയലിൻ്റെ ഡെഫിനിഷൻ കൊടുക്കുമ്പോൾ 15 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 15 മൈനസ് 3 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ. അപ്പോൾ ന്യൂമറേറ്ററിൽ കിടക്കുന്ന 15 ഫാക്ടോറിയൽ ആണ്. ഡിനോമിനേറ്ററിൽ വരുന്നത് 15 മൈനസ് 3 വിച്ച് ഈക്വൽ ടു 12 ഫാക്ടോറിയൽ. അപ്പോൾ അങ്ങനെ വന്നതുകൊണ്ട് തന്നെ ഇതിപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല, കാൽക്കുലേറ്ററിൽ അടിച്ച് നോക്കി എഴുതിയാൽ മതി. 15C3 എന്ന് പറഞ്ഞാൽ 15 ഫാക്ടോറിയലിനെ 15 ഇൻറ്റു 14 ഇൻറ്റു 13 ഇൻറ്റു 12 ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ ന്യൂമറേറ്ററിൽ എന്തുണ്ട്? ഒരു 12 ഫാക്ടോറിയൽ ഉണ്ട് ഇൻറ്റു 3 ഫാക്ടോറിയൽ. ഈ 12 ഫാക്ടോറിയലും ഈ 12 ഫാക്ടോറിയലും ക്യാൻസൽ ചെയ്യും. ബാക്കി വരിക 15 ഇൻറ്റു 14 ഇൻറ്റു 13 ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ. 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 2 ഇൻറ്റു 1. അപ്പോൾ ഇത് വരും. 3യും 15ഉം പാടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 5 വരും. 14ഉം 2ഉം പാടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 7 വരും. 13 1ഉം പാടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 13 വരും. അപ്പോൾ ഇത് ഗുണിക്കുമ്പോൾ നമുക്ക് 455 എന്നാണ് വരിക. അപ്പോൾ നമുക്ക് 15 ബാളിൽ നിന്ന് 3 ബാളുകളെ എത്ര രീതിയിൽ ചൂസ് ചെയ്യാം? 455 വേസിൽ ചൂസ് ചെയ്യാം. അപ്പോൾ സാമ്പിൾ സ്പേസിൽ എത്ര എലമെൻ്റ് ഉണ്ടായിരിക്കും? 455 എലമെൻ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ എൻ ഓഫ് എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 455 ആണ് വരിക. എൻ ഓഫ് എസ് ഈക്വൽ ടു 455 എന്ന് വരും. അപ്പോൾ സാമ്പിൾ സ്പേസിലത്തെ എലമെൻറ്റ് കിട്ടി. ഇനി നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ സാമ്പിൾ സ്പേസിൽ എത്ര എലമെൻറ്റ് ഉണ്ടെന്ന് കിട്ടി? 455. അതിൽ ഫസ്റ്റത്തെ ഇവൻ്റ് എന്ന് പറഞ്ഞാൽ ഓൾ ആർ ബ്ലൂ. നമ്മൾ സെലക്ട് ചെയ്യുന്നത് 3 ബാളാണ്. അപ്പോൾ 3 ബാളും ബ്ലൂ ആവാനുള്ള പ്രോബബിലിറ്റി എന്താണ്? അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. ആ ഇവൻറ്റിനെ ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആദ്യം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് എടുത്തുകൊണ്ട് അത് പറയാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഓൾ ബാൾസ് ആർ എയ്തർ ബ്ലൂ ഓർ റെഡ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് കേട്ടോ, ഞാൻ ചെയ്യുന്നില്ല എന്നല്ല. ഇപ്പം ഞാൻ അത് എടുത്തത് കൊണ്ട് പിന്നെ നമുക്ക് അത് തന്നെ നോക്കാം. ഓൾ ബാൾസ് ആർ എയ്തർ ബ്ലൂ ഓർ റെഡ്. ഒരു മിനിറ്റ്, നമ്മൾ എ ക്വസ്റ്റ്യൻ തന്നെ ചെയ്യാൻ പോവുകയാണ്. എ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എ ബി ദ ഇവൻറ്റ് സച്ച് ദാറ്റ് 3 balls ആർ ബ്ലൂ. നമ്മൾ സെലക്ട് ചെയ്യുന്ന 3 ബാളും ബ്ലൂ ആവാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ നമുക്ക് 3 ബാളാണ് സെലക്ട് ചെയ്യേണ്ടത്. ആ 3 എണ്ണം എന്തായിരിക്കണം? ബ്ലൂ ആയിരിക്കണം. 3 എണ്ണം ബ്ലൂ ആയിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര എണ്ണത്തിനെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്കറിയാം, നമുക്ക് തന്നേല മൊത്തത്തിൽ 6 റെഡ് ബാൾ ഉണ്ട്, 5 ബ്ലൂ ബാൾ ഉണ്ട്, 4 ഗ്രീൻ ബാൾ ഉണ്ട്. അപ്പം 3 എണ്ണം ബ്ലൂ ബാൾ ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 5 എണ്ണത്തിൽ നിന്നാണ് ആ 3 എണ്ണം സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 5 എണ്ണത്തിൽ നിന്ന് 3 എണ്ണത്തിനെ എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം? അപ്പോൾ എ ബി ദി ഇവൻറ്റ് സച്ച് ദാറ്റ് 3 balls ആർ ബ്ലൂ.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയിലത്തെ എലമെൻസിൻ്റെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കുക? ഇങ്ങനെ എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം, എത്ര മൂന്ന് ബ്ലൂ ബാളുകളെ എങ്ങനെ സെലക്ട് ചെയ്യാം? അപ്പം നമ്പർ ഓഫ് സെലക്ഷൻ ഓഫ് 3 ബ്ലൂ ബാൾസ് ഫ്രം 5. അപ്പോൾ ഇവിടെ 3 ബ്ലൂ എന്നാക്കുക കേട്ടോ, BLUE, ബ്ലൂ ബാൾസ് ഫ്രം 5 സിൻസ് ദർ ആർ 5 ബാൾസ്. മൊത്തം അവിടെ എത്ര ബ്ലൂ ബാളുകളുണ്ട്? 5 ബ്ലൂ ബാളുകളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ 3 എണ്ണം സെലക്ട് ചെയ്യുന്നത് എന്തെന്നായിരിക്കണം? ഈ 5 എണ്ണത്തിൽ നിന്നായിരിക്കണം. അപ്പം 5 എണ്ണത്തിൽ നിന്ന് 3 എണ്ണത്തിനെ എത്ര രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്യാം? 5C3 വേസിൽ സെലക്ട് ചെയ്യാം. 5C3 വേസിലാണ് സെലക്ട് ചെയ്യുക. 5C3 എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ കൊടുക്കുമ്പോൾ 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 5 - 3 വിച്ച് ഈക്വൽ ടു 2 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ. അപ്പോൾ ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോൾ 5 ഫാക്ടോറിയലിനെ 5 × 4 × 3 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ. 3 ഫാക്ടോറിയലും 3 ഫാക്ടോറിയലും ക്യാൻസൽ ചെയ്യും. അപ്പോൾ 5 × 4 ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 2 × 1. അപ്പോൾ 2ഉം 4ഉം കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 2 × 5 ഈക്വൽ ടു 10 എന്നാണ് വരിക. അപ്പോൾ 3 ബ്ലൂ ബാളുകളെ നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് 5 ബാളിൽ നിന്നേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ആകെ 5 ബ്ലൂ ബാളുകളേ ഉള്ളൂ. ആ 5 ബ്ലൂ ബാളിൽ നിന്ന് 3 എണ്ണത്തിനെ എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം? 5C3. N എണ്ണത്തിൽ നിന്ന് 6 എണ്ണത്തിനെ നമുക്ക് NCR വേസിൽ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ 5 എണ്ണത്തിൽ നിന്ന് 3 എണ്ണത്തിനെ എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം? 5C3 വേസിൽ സെലക്ട് ചെയ്യാം. 5C3 എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പോൾ N ഓഫ് എ കിട്ടി. ഇനി പ്രോബബിലിറ്റി ഓഫ് എ കണ്ടുപിടിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ N ഓഫ് എ ഡിവൈഡഡ് ബൈ N ഓഫ് എസ്. N ഓഫ് എ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ N ഓഫ് എ ഡിവൈഡഡ് ബൈ N ഓഫ് എസ്. N ഓഫ് എ എന്ന് പറഞ്ഞാൽ 10 ആണ്. N ഓഫ് എസ് എന്ന് പറഞ്ഞാൽ 455 ആണ്. അപ്പോൾ 2നെ 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ഡിവൈഡഡ് ബൈ 91 എന്ന് വരും. പ്രോബബിലിറ്റി ഓഫ് എ കിട്ടി. ഇത് എളുപ്പമാണ്. നമുക്കിവിടെ വേണ്ടത് 3 എണ്ണം ബ്ലൂ ബാളുകളാണ്. 3 എണ്ണം ബ്ലൂ ബാൾ ആവണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മൊത്തം അവിടെ 5 ബ്ലൂ ബാളുകളാണ് ഉള്ളത്. അപ്പോൾ ഈ 5 എണ്ണത്തിൽ നിന്ന് വേണം ഈ 3 എണ്ണം നമുക്ക് സെലക്ട് ചെയ്യാൻ. അപ്പോൾ 5 എണ്ണത്തിൽ നിന്ന് 3 എണ്ണം എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം? 5C3 വേസിൽ സെലക്ട് ചെയ്യാം. അത് 10. ഇനി അപ്പോൾ N ഓഫ് എ കിട്ടി. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ഡെഫിനിഷൻ കൊടുക്കുക. അപ്പോൾ N ഓഫ് എ 10 ആണ്. N ഓഫ് എസ് 455 ആണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൊടുക്കുക. അത് രണ്ടും കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ 2/91 എന്ന് കിട്ടും. അടുത്ത ബി എന്ന് പറഞ്ഞ ഇവന്റ്, be the event such that all 3 balls are either blue or red. അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. all 3 balls are either red or blue. ഒന്നില്ലെങ്കിൽ റെഡ് ആവണം, അല്ലെങ്കിൽ ബ്ലൂ ആയിരിക്കണം. 3 എണ്ണം ഒന്നില്ലെങ്കിൽ റെഡ് അല്ലെങ്കിൽ ബ്ലൂ. അപ്പോൾ ഇവിടെ 2 കേസാണ് വരിക. ഏതൊക്കെ കേസാണ് വരിക? ആദ്യത്തെ കേസാണ് പറഞ്ഞാൽ 3 എണ്ണം റെഡ് വരുന്നത്, അല്ലെങ്കിൽ 3 എണ്ണം ബ്ലൂ വരുന്നത്. അപ്പോൾ there are two possible cases എന്ന് പറഞ്ഞാൽ all 3 balls are red. 3 എണ്ണം റെഡ് ആവാം, ഓർ 3 എണ്ണം ബ്ലൂ ആവാം. all 3 balls are blue. ഇനി ഇത് ഓരോന്നും എത്ര രീതിയിൽ സെലക്ട് ചെയ്യുമെന്ന് നോക്കുക. അതിന് വേണ്ടി നമ്മളെ കയ്യിലുള്ളത് റെഡ് ബാളിൻ്റെ കാര്യമാണ് എടുക്കുന്നത് എങ്കിൽ നമ്മളെ കയ്യിൽ ആകെ ഉള്ളത് 6 റെഡ് ബാളാണ്. ഫസ്റ്റ് കേസിൽ 3 ബാളുകളും റെഡ് ആയിരിക്കണം. 3 ബാളുകളും റെഡ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഈ 3 എണ്ണം എത്ര എണ്ണത്തിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ? 6 എണ്ണത്തിൽ നിന്നേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? കാരണം അവിടെ റെഡ് ബാളിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 6 ആണ്. റെഡ് ബാളിൻ്റെ എണ്ണം 6 ആയതുകൊണ്ട് തന്നെ 3 ബാളുകൾ നമുക്ക് 6 എണ്ണത്തിൽ നിന്നാണ് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. 6 എണ്ണത്തിൽ നിന്ന് 3 എണ്ണത്തിനെ എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം? 6C3 വേസിൽ സെലക്ട് ചെയ്യാം. അപ്പോൾ 3 റെഡ് ബാൾസ് ക്യാൻ ബി സെലക്ടഡ് ഫ്രം 6 റെഡ് ബാൾ. അവിടെ 6 റെഡ് ബാൾ ആണ് ഉള്ളത്. അപ്പോൾ 3 റെഡ് ബാൾ ക്യാൻ ബി സെലക്ടഡ് ഫ്രം 6 റെഡ് ബാൾ ഇൻ 6C3 വേസ്. 6C3 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് 20 ആണെന്നുള്ളത്. അല്ലെങ്കിൽ ഇവിടെ എഴുതിയിട്ടുണ്ട് ഡെഫിനിഷൻ കൊടുക്കുമ്പോൾ 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 6 - 3 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ. 6 ഫാക്ടോറിയലിനെ നമുക്ക് എങ്ങനെ എഴുതാം? 6 × 5 × 4 × 3 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ. ഒരു 3 ഫാക്ടോറിയലും ഒരു 3 ഫാക്ടോറിയലും ക്യാൻസൽ ചെയ്യും. ബാക്കി വരുന്നത് 6 × 5 × 4 ഡിവൈഡഡ് ബൈ ഒരു 3 ഫാക്ടോറിയൽ. അതിനെ 3 × 2 × 1 എഴുതാം. 3ഉം 6ഉം പാടെ ക്യാൻസൽ ചെയ്താൽ 2, 5ഉം 1ഉം പാടെ ക്യാൻസൽ ചെയ്താൽ 5, 4ഉം 2ഉം പാടെ ക്യാൻസൽ ചെയ്താൽ 2. അപ്പോൾ 2 × 5 × 2 എന്ന് പറഞ്ഞാൽ 20 വേസ് എന്ന് വരും. അപ്പോൾ ആദ്യത്തെ റെഡ് ബാളിനെ നമുക്ക് എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം? 20 വേസിൽ സെലക്ട് ചെയ്യാം. അതേപോലെ ബ്ലൂ ബാളിനെ സെലക്ട് ചെയ്തോടെ. ബ്ലൂ ബാളിനെ സെലക്ട് ചെയ്യുന്നത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് എത്രയാണെന്നുള്ളത്, 10 ആണെന്നുള്ളത്. എ പാർട്ടിൽ അതാണ് പറയുന്നത്, 3 ബാളും ബ്ലൂ ആവാനുള്ളത്. അത് എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം? 10 രീതിയിൽ സെലക്ട് ചെയ്യാം. അപ്പോൾ അതിവിടെ കൊടുത്താൽ മതി. 3 ബ്ലൂ ബാൾസ് ക്യാൻ ബി സെലക്ടഡ് ഫ്രം 5 ബ്ലൂ ബാൾസ്. ഇവിടെ റെഡ് എന്നുള്ളത് മാറ്റി ബ്ലൂ എന്നാക്കുക കേട്ടോ. അത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. ഇവിടെ റെഡ് ഇവിടെ ഇത് മാറ്റിയിട്ട്
5 ബ്ലൂ ബാൾസ് എന്ന് ആക്കുക. അതിനെ എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം? 5C3 വൈസിൽ സെലക്ട് ചെയ്യാം. 5C3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 വൈസിൽ സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് 3 ഒന്നില്ലെങ്കിൽ റെഡ് ആയിരിക്കണം, അല്ലെങ്കിൽ 3 ഒന്നില്ലെങ്കിൽ ബ്ലൂ ആയിരിക്കണം. 3 റെഡ് ആവുന്ന കേസ് എന്ന് പറഞ്ഞാൽ 20 വയസ്സിൽ സെലക്ട് ചെയ്യാം. 3 ബ്ലൂ ആവുന്ന കേസ് എന്ന് പറഞ്ഞാൽ 10 വയസ്സിൽ സെലക്ട് ചെയ്യാം. ഒന്നില്ലെങ്കിൽ 3 റെഡ് ആവുക, അല്ലെങ്കിൽ 3 ബ്ലൂ ആവുക. 3 റെഡ് ആവുന്നതിനെ എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം? 20 വയസ്സിൽ സെലക്ട് ചെയ്യാം. 3 ബ്ലൂ ആവുന്നതിനെ 10 വയസ്സിൽ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഓർ ആയതുകൊണ്ട് തന്നെ ടോട്ടൽ നമ്പർ ഓഫ് വേസ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഇത് ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വരുന്നത് എൻ ഓഫ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് 2 ആഡ് ചെയ്യുക. എൻ ഓഫ് ബി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോസിബിൾ ആയിട്ടുള്ള എല്ലാതും ബിയിൽ ഉണ്ടാവും. അതായത് 3 ബാൾ റെഡ് ആവുന്ന കേസുകളും 3 ബാൾ ബ്ലൂ ആവുന്ന കേസുകളുമാണ് ബി എന്ന് പറഞ്ഞ ഇവൻറ്റിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ എൻ ഓഫ് ബി എന്ന് പറഞ്ഞാൽ ഇത് എത്ര രീതിയിൽ ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയാൽ മതി. ഇത് എത്ര രീതിയിൽ ചെയ്യാം? 20 + 10 30 വയസ്സിൽ ചെയ്യാം. അപ്പോൾ എൻ ഓഫ് ബി എന്ന് പറഞ്ഞാൽ 20 + 10. ഇവിടെ 20 കിട്ടി, ഇവിടെ 10 കിട്ടി. രണ്ടും പാടെ ആഡ് ചെയ്യുക. കാരണം ഇവിടെ ഓർ ആണ്. ഓർ വന്നിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ 20 + 10 എന്ന് പറഞ്ഞാൽ 30 എന്ന് കിട്ടി. എൻ ഓഫ് ബി 30 ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ബി കണ്ടുപിടിക്കാമല്ലോ. പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞാൽ എൻ ഓഫ് ബി ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ്. എൻ ഓഫ് ബി 30 ആണ്. 30 ഡിവൈഡഡ് ബൈ 455. രണ്ടിനെയും 5 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6/91 എന്ന ആൻസർ കിട്ടും. ഇവിടെ എഴുതുമ്പോൾ ഇവിടെ ബ്ലൂ ബാൾ എന്ന് മാറ്റി എഴുതുക കേട്ടോ. ഞാൻ എഴുതി വന്നപ്പോൾ അത് റെഡ് ആയിട്ടാണ്, അത് ബ്ലൂ ബാൾ എന്നാണ് എഴുതേണ്ടത്. 3 ബ്ലൂ ബാളുകളെ 5 ബ്ലൂ ബാൾസിൽ നിന്നേ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിവിടെ ശ്രദ്ധിച്ച് എഴുതണം. ഇൻ 5C3 വേസ്. ഒന്ന് ശ്രദ്ധിക്കുക. അതേപോലെ ഈ ക്വസ്റ്റ്യനിൽ ഇവിടെ ഞാൻ ബ്ലാക്ക് എന്നാണോ ആദ്യം എഴുതിയിട്ടുണ്ടായിരുന്നത്, അത് മാറ്റി ബ്ലൂ എന്നാക്കുക കേട്ടോ. എ പാർട്ടിൽ നമ്പർ ഓഫ് സെലക്ഷൻ ഓഫ് 3 ബ്ലൂ ബാൾസ് ഫ്രം 5. അത് 5C3 ആണ്. ബാക്കിയുള്ള ശരിയായ പോലെ എഴുതിയതും കൂടെ ശരിയാവണ്ടേ. ആൻസറൊക്കെ ശരിയാണ്, പക്ഷെ ഇവിടെ ഞാൻ ബ്ലാക്ക് എന്നാണ് എഴുതിപ്പോയത്. ബ്ലൂവിന് പകരം ബ്ലാക്ക് എന്ന് എഴുതിപ്പോയി. അപ്പോൾ അതും കൂടെ ഒന്ന് ശരിയാക്കുക. അടുത്ത ഇവൻറ്റിനെ നമ്മൾ സി എന്ന് വിളിക്കുകയാണ്. ലെറ്റ് സി ബി ദ ഇവൻറ്റ് സച്ച് ദാറ്റ് അറ്റ്ലീസ്റ്റ് 1 ഗ്രീൻ ബാൾ. അറ്റ്ലീസ്റ്റ് 1 ഗ്രീൻ ബാൾ എങ്കിലും കിട്ടുന്ന ഇവൻറ്റിനെയാണ് നമ്മൾ സി എന്ന് വിളിച്ചിട്ടുള്ളത്. അറ്റ്ലീസ്റ്റ് 1 ഗ്രീൻ ബാൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു നമുക്ക് സെലക്ട് ചെയ്യാനുള്ളത് 3 ബാളുകളാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് 1 ഗ്രീൻ ബാൾ എങ്കിലും ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീൻ ബാൾ എങ്കിലും ഉണ്ടായിരിക്കണം. ഒരു ഗ്രീൻ ബാൾ എങ്കിലും ഉണ്ടായിരിക്കണം പറഞ്ഞാൽ 1 ഗ്രീൻ ബാൾ ആവാം, 2 ഗ്രീൻ ബാൾ ആവാം, 3 ഗ്രീൻ ബാൾ ആവാം. അങ്ങനെ ആ ഒരു പോസിബിലിറ്റി അല്ലേ അവിടെ ഉള്ളൂ. അറ്റ്ലീസ്റ്റ് 1 ഗ്രീൻ ബാൾ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിലും ഉണ്ടായിരിക്കണം. ഒന്നെങ്കിലും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ 1 ആവാം, 2 ആവാം, 3 ആവാം. ഇപ്പോൾ ദർ ആർ 3 പോസിബിലിറ്റി. 1 ഗ്രീൻ ബാൾ, 1 ഗ്രീൻ ബാൾ ആയ പിന്നെ ബാക്കിയുള്ളതൊക്കെ എന്തായിരിക്കണം? നോൺ ഗ്രീൻ ബാൾ ആയിരിക്കണം. രണ്ടാമത്തെ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ 2 ഗ്രീൻ ബാൾ ആവുക, മൂന്നാമത്തത് നോൺ ഗ്രീൻ ബാൾ ആവുക. മൂന്നാമത്തെ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ 3 ഗ്രീൻ ബാൾ ആവുക. അപ്പോൾ അതാണ് അറ്റ്ലീസ്റ്റ് 1 ഗ്രീൻ ബാൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അറ്റ്ലീസ്റ്റ് 1 ഗ്രീൻ ബാൾ എന്ന് പറഞ്ഞാൽ ദർ ആർ 3 പോസിബിലിറ്റീസ്. ഒന്നാമത്തെ പോസിബിലിറ്റി പറയുന്നത് 1 ഗ്രീൻ ബാൾ ആൻഡ് 2 നോൺ ഗ്രീൻ ബാൾ. അറ്റ്ലീസ്റ്റ് 1 എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ 1, അല്ലെങ്കിൽ 2, അല്ലെങ്കിൽ 3 ആണ്. അപ്പോൾ ആദ്യത്തെ കേസിൽ 1 ഗ്രീൻ ബാൾ വരുന്നതാണ് നമ്മൾ എടുക്കുന്നത്. 1 ഗ്രീൻ ബാൾ വരിക എന്ന് പറഞ്ഞാൽ 1 ഗ്രീൻ ബാൾ വന്നാൽ പിന്നെ ബാക്കി 2 എന്തായിരിക്കണം? നോൺ ഗ്രീൻ ബാളുകളായിരിക്കണം. ഓർ രണ്ടാമത്തെ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ 2 ഗ്രീൻ ബാൾ ആവുക. 2 ഗ്രീൻ ബാൾ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ മൂന്നാമത്തത് എന്തായിരിക്കണം? നോൺ ഗ്രീൻ ബാൾ ആയിരിക്കണം. അതാണ് 2 ഗ്രീൻ ബാൾ ആൻഡ് 1 ഗ്രീൻ ബാൾ എന്ന് എഴുതാൻ കാരണം. മൂന്നാമത്തെ പോസിബിലിറ്റി പറഞ്ഞാൽ 3 ഗ്രീൻ ബാൾ ആവുക. 3 ഗ്രീൻ ബാൾസ് ആൻഡ് 0 നോൺ ഗ്രീൻ ബാൾ. അതായത് 3 ഗ്രീൻ ബാൾ ആയാൽ പിന്നെ നോൺ ഗ്രീൻ ബാൾ അവിടെ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അത് പ്രത്യേകിച്ചിട്ട് എടുത്ത് എഴുതാത്തത്. ഇനി ഇത് ഓരോന്നും എത്ര രീതിയിൽ സെലക്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയാൽ മതി. ഇനി ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ 1 ഗ്രീൻ ബാൾ ആൻഡ് 2 നോൺ ഗ്രീൻ ബാൾ ആണ്. അപ്പം 1 ഗ്രീൻ ബാളും സെലക്ട് ചെയ്യണം, 2 നോൺ ഗ്രീൻ ബാളുകളും സെലക്ട് ചെയ്യണം. നമുക്ക് എന്താ സെലക്ട് ചെയ്യേണ്ടത്? 1 ഗ്രീൻ ബാളും 2 നോൺ ഗ്രീൻ ബാളുകളുമാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഫസ്റ്റ് കേസിൽ 1 ഗ്രീൻ ബാൾ ആൻഡ് 2 നോൺ ഗ്രീൻ ബാൾ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 1 ഗ്രീൻ ബാളിനെ നമുക്ക് മൊത്തം ഇവിടെ എത്ര ഗ്രീൻ ബാൾ ഉണ്ട്? 4 ഗ്രീൻ ബാൾ ഉണ്ട്. അപ്പോൾ ഈ 1 ഗ്രീൻ ബാളിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് ഈ 4 നിന്നാണ് അല്ലേ? ഈ 4 നിന്നാണ് 1 ഗ്രീൻ ബാളിനെ സെലക്ട് ചെയ്യുക. അപ്പോൾ 1 ഗ്രീൻ ബാളിനെ നമുക്ക് എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം? 4C1 വൈസിൽ സെലക്ട് ചെയ്യാം. മൊത്തം അവിടെ 4 ഗ്രീൻ ബാളാണ് ഉള്ളത്. നമുക്ക് വേണ്ടത് 1 ഗ്രീൻ ബാളാണ്. അപ്പോൾ അതിനെ എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം? 4C1 വൈസിൽ സെലക്ട് ചെയ്യാം. ആൻഡ് 2 നോൺ ഗ്രീൻ ബാളാണ്. പിന്നെ വേണ്ടത് 2 നോൺ ഗ്രീൻ ബാളാണ്. നോൺ ഗ്രീൻ ബാളിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ എത്രയാണ്?
4 ഗ്രീൻ ബാളാണ്, അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നോൺ ഗ്രീൻ ബാൾ ആയിരിക്കും. അതായത് 6 + 5 11 നോൺ ഗ്രീൻ ബാളാണ് അവിടെ ഉണ്ടായിരിക്കുക. ഗ്രീൻ അല്ലാത്ത 11 ബാളുകളാണ് അവിടെ ഉണ്ടായിരിക്കുക. ആ 11 ബാളിൽ നിന്ന് വേണം ബാക്കി 2 സെലക്ട് ചെയ്യാൻ. അപ്പോൾ അതിനെ എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം? ആകെ അവിടെ നോൺ ഗ്രീൻ ബാളിൻ്റെ എണ്ണം 11 ആണ്. അപ്പോൾ 11ൽ നിന്ന് 2 എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം? 11C2 വേസിൽ സെലക്ട് ചെയ്യാം. ഫസ്റ്റ് കേസ് നേരെ ശ്രദ്ധിക്കൂ. 1 ഗ്രീൻ ബാൾ ആൻഡ് 2 നോൺ ഗ്രീൻ ബാൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ഗ്രീൻ ബാളും 2 നോൺ ഗ്രീൻ ബാളും നമുക്ക് എടുക്കണം. ഒരു ഗ്രീൻ ബാളിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുക 4 നിന്നാണ്. കാരണം അവിടെ 4 ഗ്രീൻ ബാളേ ഉള്ളൂ. അപ്പോൾ ഈ 4 നിന്നാണ് നമുക്ക് ഒറ്റൊന്നിനെ എടുക്കാൻ പറ്റുക. 4 നിന്ന് ഒന്നിനെ എങ്ങനെ സെലക്ട് ചെയ്യാം? 4C1 വേസിൽ സെലക്ട് ചെയ്യാം. ബാക്കി 2 നോൺ ഗ്രീൻ ബാൾ ആയിരിക്കണം. ഗ്രീൻ ആവരുത്. ഗ്രീൻ ആവാതെ അവിടെ എത്ര ബാളുകളുണ്ട്? 11 നോൺ ഗ്രീൻ ബാളുകളാണ് ഉള്ളത്. ടോട്ടൽ ബാളിൻ്റെ എണ്ണം 15. അതിൽ 4 ഗ്രീനാണ്. അപ്പോൾ 15ൽ നിന്ന് 4 പോയാൽ ബാക്കി 11 നോൺ ഗ്രീൻ ആയിരിക്കും. അപ്പോൾ ബാക്കി 11 നോൺ ഗ്രീൻ ആണുള്ളത്. അതിന് 2 എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം? 11C2 വേസിൽ സെലക്ട് ചെയ്യാം. ഇത് കണ്ടുപിടിക്കുമ്പോൾ 4C1 4 ആണ് വരിക. 11C2 55 എന്നാണ് വരിക. അത് 2 പാടെ ഗുണിക്കുമ്പോൾ 220 എന്ന് കിട്ടും. നിങ്ങൾ ജസ്റ്റ് കാൽക്കുലേറ്ററിൽ ഇത് അടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് 220 ആൻസർ കിട്ടും. അപ്പോൾ അതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതൊന്നും വേണ്ട. എങ്ങനെ കിട്ടിയെന്ന് ഫുൾ സ്റ്റെപ്പ് ഒന്നും എഴുതേണ്ട. ജസ്റ്റ് ആൻസർ മാത്രം എഴുതിയാൽ മതി. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ എന്താ? 2 ഗ്രീൻ ബാളുകളും 1 നോൺ ഗ്രീൻ ബാളും. 2 ഗ്രീൻ ബാളും 1 നോൺ ഗ്രീൻ ബാളും. അപ്പോൾ ഇതേ ഇവിടെ പറഞ്ഞ പോലെ ഇത് എളുപ്പമാണ്. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് ചെയ്യാൻ പ്രശ്നമില്ല. ഇവിടെ നോക്കിക്കേ, ഇവിടെ ആൻഡ് വന്നതുകൊണ്ടാണ് നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇത് രണ്ടും നമുക്ക് സെലക്ട് ചെയ്യണം. 1 ഗ്രീൻ ബാളും സെലക്ട് ചെയ്യണം, 2 നോൺ ഗ്രീൻ ബാളും സെലക്ട് ചെയ്യണം. അപ്പോൾ അവിടെ ആൻഡ് ആണ് വരിക, അതുകൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി 2 ഗ്രീൻ ബാൾ ആൻഡ് 1 നോൺ ഗ്രീൻ ബാൾ. 2 ഗ്രീൻ ബാളുകളും സെലക്ട് ചെയ്യണം, 1 നോൺ ഗ്രീൻ ബാളും സെലക്ട് ചെയ്യണം. കുറച്ച് മുന്നേ പറഞ്ഞ പോലെ ഈ 2 ഗ്രീൻ ബാളിനെ നമ്മൾ എവിടെ നിന്നാണ് സെലക്ട് ചെയ്യുക? ഈ 4 ബോളിൽ നിന്നാണ് സെലക്ട് ചെയ്യുക. 4 ബോളിൽ നിന്ന് 2 ഗ്രീൻ, മൊത്തം അവിടെ 4 ഗ്രീൻ ബാളാണല്ലോ ഉള്ളത്. ഈ 4 ഗ്രീൻ ബാളിൽ നിന്ന് 2 ഗ്രീൻ ബാളിനെ നമുക്ക് എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം? 4C2 വേസിൽ സെലക്ട് ചെയ്യാം. ടോട്ടൽ അവിടെ 4 ഗ്രീൻ ബാളാണ്. നമുക്ക് വേണ്ടത് 2 അപ്പം 4 നിന്ന് 2 എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം? 4C2 വേസിൽ സെലക്ട് ചെയ്യാം. കുറച്ച് മുന്നേ പറഞ്ഞ പോലെ പിന്നെ നമുക്ക് വേണ്ടത് 1 നോൺ ഗ്രീൻ ബാളാണ്. അവിടെ നോൺ ഗ്രീൻ ബാളിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 6 + 5 11. 11 നോൺ ഗ്രീൻ ബാളാണുള്ളത്. അതിന് 1 നോൺ ഗ്രീൻ ബാളിനെ എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം? 11C1 വേസിൽ സെലക്ട് ചെയ്യാം. ഇവിടെ ആൻഡ് ആയതുകൊണ്ട് തന്നെ നമ്മളവിടെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 4C2 ഇൻറ്റു 11C1 എന്നാണ് വരിക. 4C2 എന്ന് പറഞ്ഞാൽ 6 ആണ്, 11C1 എന്ന് പറഞ്ഞാൽ 11 ആണ്. അപ്പോൾ 6 × 11 എന്ന് പറഞ്ഞാൽ 66 എന്ന് കിട്ടും. അപ്പോൾ രണ്ടാമത്തെ കേസ് നമുക്ക് എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം? 66 വേസിൽ സെലക്ട് ചെയ്യാം. മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ 3 ഗ്രീൻ ബാൾ ആവുന്നത്. 3 ഗ്രീൻ ബാൾ ആവുന്നത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ എത്ര ഗ്രീൻ ബാൾ ഉണ്ട്? 4 ഗ്രീൻ ബാൾ ഉണ്ട്. 4 ഗ്രീൻ ബാളിൽ നിന്ന് 3 സെലക്ട് ചെയ്യണം. 4 ഗ്രീൻ ബാളിൽ നിന്ന് 3 എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം? 4C3 വേസിൽ സെലക്ട് ചെയ്യാം. 4C3 വേസ് എന്ന് പറഞ്ഞാൽ 4 വരും. NC(n-1) = n ആണ്. അപ്പോൾ 4C3 എന്ന് പറഞ്ഞാൽ 4 എന്ന് കിട്ടും. ചെയ്തു നോക്കുമ്പോൾ 4 എന്നാണ് ആൻസർ കിട്ടുക. അപ്പോൾ ആദ്യത്തെ രീതി, ഫസ്റ്റ് പോസിബിലിറ്റി എന്ന് പറയുന്നത് 220 വേസ് ആണ്. സെക്കൻഡ് പോസിബിലിറ്റി എന്ന് പറയുന്നത് 66 വേസ് ആണ്. തേർഡ് പോസിബിലിറ്റി എന്ന് പറയുന്നത് 4 വേസ് ആണ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ സി എത്രയായിരിക്കും? സി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള എല്ലാ പോസിബിലിറ്റിയും അതിൽ വരും. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ സി എന്ന് പറഞ്ഞാൽ ഇവിടെ ഓറാണ്. അപ്പോൾ ഓരോന്നും ആഡ് ചെയ്യാം. ഓരോന്നും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരിക? 220 + 66 + 4 വരും. 220 + 66 + 4 അത് ആഡ് ചെയ്യുമ്പോൾ 290 എന്നാണ് വരിക. അപ്പോൾ N ഓഫ് സി എന്നുള്ളത് 219 എന്ന് കിട്ടി. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് സി എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രോബബിലിറ്റി ഓഫ് സി എന്ന് പറഞ്ഞാൽ ബൈ ഡെഫിനിഷൻ N ഓഫ് സി / N ഓഫ് എസ് ആണ്. N ഓഫ് സി 290 ആണ്. N ഓഫ് എസ് എന്ന് പറഞ്ഞ് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചിട്ടുണ്ട് 455 ആണെന്നുള്ളത്. N ഓഫ് എസ് ഇതാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ 290 / 455 എന്ന് വരും. 2നെ 5 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 58 / 91 എന്ന് വരും. അപ്പോൾ ഇങ്ങനെയാണ് ഈ 3 ചെയ്തത്. ഇത് എളുപ്പമാണ്. ഇതൊക്കെ നിങ്ങൾ നന്നായി നോക്കിക്കോളുണ്ടു. ഇത് നന്നായി മനസ്സിലായിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഭാഗത്തുനിന്ന് ചോദിക്കുന്ന ഏത് പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്യാം. ഇതേ പ്രോബ്ലംസ് തന്നെയാണ് കോമ്പിനേഷനിലും ചോദിക്കുക. അപ്പോൾ അത് രണ്ടും പഠിക്കും ഇത് നേരെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ. എളുപ്പമാണ്. ആ കോമ്പിനേഷൻസ് എങ്ങനെ വരിക? നമ്മൾ ഇങ്ങനെ അറ്റ്മോസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതിനെ മലയാളത്തിൽ മീൻ ചെയ്യുക. എന്താണ് അത് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന അങ്ങനെ വരുമ്പോൾ ഉള്ള പോസിബിലിറ്റി മൊത്തം എഴുതി. ഇവിടെ അറ്റ്ലീസ്റ്റ് 1 ഗ്രീൻ ബാൾ എന്ന് പറഞ്ഞാൽ അവിടെ വരാൻ ചാൻസ് ഉള്ള എല്ലാ പോസിബിലിറ്റിയും നമ്മളിവിടെ എഴുതി.
ഇതിനെ തന്നെ വേറെ പല രീതിയിൽ ചെയ്യാം കേട്ടോ. ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ ഇതിൻ്റെ കോംപ്ലിമെൻ്റ് എടുത്തിട്ടൊക്കെ ചെയ്യും. അത് കുറച്ചും കൂടെ പറയാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതാണ് കുറച്ചും കൂടെ എളുപ്പത്തിൽ മനസ്സിലാവുക. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. മറ്റേ വേസിലും നമുക്ക് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. ഇത് എളുപ്പമാണ്. നമ്മൾ ആ പോസിബിലിറ്റി എല്ലാം അതും എഴുതി. കാരണം ആകെ 3 ബാളേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ പോസിബിലിറ്റി മൊത്തം എഴുതി. നമ്പർ ഓഫ് ബാൾസിൻ്റെ എണ്ണം കൂടുമ്പോൾ ഇങ്ങനെ മൊത്തം എഴുതൽ പോസിബിൾ അല്ല. പക്ഷെ ഇവിടെ 3 എണ്ണമാണ് ഉള്ളൂ. അപ്പോൾ 3 പോസിബിലിറ്റിയേ വരുന്നുള്ളൂ. അപ്പോൾ അത് നമ്മൾ എടുത്തെഴുതി. ഓർ വന്നാൽ ആഡ് ചെയ്യുക, ആൻഡ് വന്നാൽ മൾട്ടിപ്ലൈ ചെയ്യുക. അതും കൂടെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. ഈ ടൈപ്പ് പ്രോബ്ലംസ് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. അടുത്തത് ഒരു പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എ ഓർ ബി എന്ന് പറഞ്ഞ ഇവൻറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക എ യൂണിയൻ ബി എന്നാണ്. എ ഓർ ബി എന്ന് പറഞ്ഞ ഇവൻ്റ് ഒന്നില്ലെങ്കിൽ എ ഒക്കർ ചെയ്യുക അല്ലെങ്കിൽ ബി ഒക്കർ ചെയ്യുക. അതാണ് എ ഓർ ബി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എ ഓർ ബി എന്ന് പറഞ്ഞ ഇവൻറ്റിനെ നമ്മൾ എ യൂണിയൻ ബിന്ന് ഡിനോട്ട് ചെയ്യും. അതിൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഓർത്ത് വയ്ക്കാൻ വളരെയധികം എളുപ്പമുള്ളൊരു ഫോമുലയാണ്. കാരണം ഇതേ ഫോമുല നമ്മൾ സെറ്റ് തിയറിയിൽ പഠിച്ചിട്ടുണ്ട്. ഇതേ ഫോമുല പറയാൻ പറ്റില്ല, ഏകദേശം ഇതേപോലെ വരുന്നൊരു ഫോമുല പഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രൂഫും അതിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ദി ഇവൻ എ ഓർ ബി അതിനെയാണ് എ യൂണിയൻ ബി എന്ന് ഡിനോട്ട് ചെയ്യുക. വിച്ച് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അപ്പോൾ ഇതെങ്ങനെ പ്രൂവ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ സെറ്റ് തിയറിയിൽ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ എന്തായിരുന്നു? എൻ ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഈ ഫോമുല നമ്മൾ സെറ്റ് തിയറിയിൽ പഠിച്ചിട്ടുള്ളതാണ്. എൻ ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ്റെ രണ്ട് സൈഡും എൻ ഓഫ് എസ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. എൽ എച്ച് എസും ആർ എച്ച് എസും എൻ ഓഫ് എസ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. ആ ഇക്വേഷനെ 1 എന്ന നമ്പർ പേര് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ ഇക്വേഷൻ്റെ രണ്ട് സൈഡും എൻ ഓഫ് എസ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരിക? രണ്ട് സൈഡും എൻ ഓഫ് എസ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എൻ ഓഫ് എ യൂണിയൻ ബി ഹോൾ ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ് എന്ന് വരും. ഈക്വൽ ടു ആർ എച്ച് എസിലുള്ള എല്ലാ ടേമും എഴുതുക. എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ്. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? വിച്ച് ഈക്വൽ ടു വിച്ച് ഇംപ്ലൈസ് എൻ ഓഫ് എ യൂണിയൻ ബി ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ്. എൽ എച്ച് എസ് അതേപോലെ തന്നെ എഴുതി. എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ ഹോൾ ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ് ആണ്. അപ്പോൾ ഓരോ ടേമിനും നമുക്ക് എൻ ഓഫ് എസ് കൊടുക്കാമല്ലോ. അപ്പോൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ എൻ ഓഫ് എ ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ് പ്ലസ് എൻ ഓഫ് ബി ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ് മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ്. ഇതൊക്കെ പാടെ ആഡ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ ഒക്കെ ഇവിടെ സെയിം ആണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ ചെയ്യുക? ന്യൂമറേറ്റേഴ്സ് ഒക്കെ ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ് കൊടുക്കുക. അതാണ് മുകളിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ തിരിച്ച് ചെയ്തു എന്ന് മാത്രം. ഇതിനെ നമുക്ക് ഇങ്ങനെ എൻ ഓഫ് എസ് ഓരോ ടേമിനും നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് എൻ ഓഫ് ഇ ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ഇ ആണ് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഒരു ഇവൻ്റ് ആ ഇവൻറ്റിൽ എത്ര നമ്പർ ഉണ്ട് ഡിവൈഡഡ് ബൈ സാമ്പിൾ സ്പേസിൻ്റെ എണ്ണം വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആ ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റിയാണ് കിട്ടുക. അപ്പോൾ എൻ ഓഫ് എ യൂണിയൻ ബി ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ്, അതായത് എ യൂണിയൻ ബി എന്ന് പറഞ്ഞ ഇവൻറ്റിൽ എത്ര എലമെൻ്റ് ഉണ്ട് അതിനെ സാമ്പിൾ സ്പേസിലുള്ള എലമെൻറ്റ് വെച്ച് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ക്വാണ്ടിറ്റി മൊത്തം എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ആണ്. എൻ ഓഫ് എ ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ ആണ്. എൻ ഓഫ് ബി ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ബി ആണ്. എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള റിസൾട്ട് കിട്ടി. which implies probability of A union B equal to probability of A plus probability of B minus probability of A intersection B. അപ്പോൾ നിങ്ങൾ ഈ ഇക്വേഷൻ പഠിക്കുമ്പോൾ പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ ഓർ ബി ആണ്. ഇത് ഇങ്ങനെ പഠിക്കുക കേട്ടോ. പ്രോബബിലിറ്റി ഓഫ് എ ഓർ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി വിച്ച് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. കാരണം നിങ്ങളടുത്ത് ചോദിക്കുക ഫൈൻഡ് പി ഓഫ് എ ഓർ ബി എന്നായിരിക്കും. അപ്പോൾ പി ഓഫ് എ ഓർ ബി എന്നുള്ളത് എ യൂണിയൻ ബി ആണെന്ന് അറിഞ്ഞാലും മതി. എന്നിട്ട് ഈ ഇക്വേഷൻ കൊടുക്കുക. ഇത് എളുപ്പമുള്ള ഇക്വേഷനാണ്. നമുക്ക് വളരെ പവർഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇക്വേഷനാണ് ഇത്. അപ്പോൾ ഇതേപോലത്തെ കുറച്ച് ഇക്വേഷൻസും കൂടെയാണ് നമ്മൾ പറയുന്നുള്ളൂ. ഇതിൻ്റെ പ്രോബ്ലം അടുത്ത ക്ലാസ്സിൽ ചെയ്യിപ്പിക്കാം. അടുത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള റിസൾട്ടിൽ നിന്ന് കിട്ടുന്ന ചെറിയൊരു കാര്യമാണ്. ഈ കാര്യം നമ്മൾ ഓൾറെഡി മുന്നേ പഠിച്ചിട്ടുള്ളതുമാണ്. ആക്സിയോമാറ്റിക് അപ്രോച്ച് പഠിക്കുമ്പോൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ
എയും ബിയും രണ്ടും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻ്റ് ആണെന്ന് വിചാരിക്കാം. ഇഫ് എ ആൻഡ് ബി ആർ ടു മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് നൾ സെറ്റ് ആയിരിക്കും വരിക. അതായത് എ ഇൻ്റർസെക്ഷൻ ബി നൾ സെറ്റ് ആണെന്ന് വിചാരിക്കുക. ഇഫ് എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് ദെൻ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി ആയിരിക്കും. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഇത് ഈ ഇക്വേഷൻ വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ പഠിച്ച ഇക്വേഷൻ ഇതാണല്ലോ. ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ പറയാൻ പറ്റുക? എയും ബിയും ഏത് രണ്ട് ഇവൻ്റ് ആണെങ്കിലും അത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിലും അല്ലെങ്കിലും പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. ഇവിടെ എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്, അല്ലെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബി 5 ആണ്. അപ്പോൾ ഇവിടെ എ ഇൻ്റർസെക്ഷൻ ബിൻ്റെ സ്ഥാനത്ത് 5 എന്ന് കൊടുക്കുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് മൈനസ് പ്രോബബിലിറ്റി ഓഫ് 5 എന്നാണ് വരിക. പ്രോബബിലിറ്റി ഓഫ് 5 0 ആണ്, അപ്പോൾ ഇവിടെ -0 എന്ന് വരും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി എന്നാണ് വരിക. അപ്പോൾ അതിന് കിട്ടുന്ന റിസൾട്ട് നമ്മൾ പഠിക്കുന്നത് ഇത് നിങ്ങൾ ബുക്കിൽ എഴുതി വെക്കുക. ഇതെവിടെ അങ്ങനെ പറയുന്നൊന്നുമില്ല, നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ചെയ്തു വരികയാണ് ചെയ്യുക. സെറ്റ് തിയറിയിൽ പഠിച്ചിട്ടുള്ള ഇക്വേഷനിൽ നിന്ന് നമ്മൾ അതിനെ പ്രോബബിലിറ്റിത്തെ ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻസ് ഒക്കെ സെറ്റ് തിയറിയിൽ പഠിച്ചതാണ്. ആ ഇക്വേഷനെ പ്രോബബിലിറ്റിയിലേക്ക് കൊണ്ടുവന്നു എന്ന് മാത്രം. അപ്പോൾ സെറ്റ് തിയറിയിലത്തെ എല്ലാ ഇക്വേഷനെയും നമുക്ക് പ്രോബബിലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി ഈ ഒരു തിയറം നമ്മൾ ആദ്യം പറഞ്ഞതാണ്. എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി ആയിരിക്കും. അടുത്തത് പറയുന്നത് പി ഓഫ് പ്രോബബിലിറ്റി ഓഫ് എ നോട്ട് എ ബി. എ നോട്ട് ബി എന്ന് പറഞ്ഞ ഇവൻ്റ് ഏതാണ്? എ മൈനസ് ബി എന്ന് പറഞ്ഞ ഇവൻ്റാണ്. ഇതിൻ്റെ പ്രോബബിലിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക? പി ഓഫ് എ മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള റിസൾട്ട് അല്ലേ? നമ്മൾ വെൻ ഡയഗ്രാം ഇങ്ങനെയാണെന്ന് വിചാരിച്ചോളൂ. ഇത് എ എന്ന് പറഞ്ഞ ഇവൻ്റ്, ഇത് ബി എന്ന് പറഞ്ഞ ഇവൻ്റ്. അങ്ങനെയാണെങ്കിൽ പി ഓഫ് എ മൈനസ് ബി ഇത് എ എന്ന് പറഞ്ഞ സെറ്റാണ് ഇതെന്ന് വിചാരിക്കുക. ഇത് ബി എന്ന് പറഞ്ഞ സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് എ മൈനസ് ബി എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു കളക്ഷനാണ്, ഈ ഒരു ഡാർക്ക് ചെയ്ത പോർഷനാണ്. ഞാൻ ഇവിടെ ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഈ പോർഷനെയാണ് നമ്മൾ എ മൈനസ് ബി എന്ന് പറയുക. അപ്പോൾ എൻ ഓഫ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ ഇതൊന്ന് എന്ത് വരും? ആ ഫിഗറിൽ നിന്ന് എൻ ഓഫ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ മൈനസ് ബിയിൽ എത്ര എലമെൻ്റ് ഉണ്ട് അതെന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിച്ചാൽ മതി? എൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ ടോട്ടൽ എയിലുള്ള എലമെൻറ്റ്. നമുക്ക് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ ഈ ചെറിയ സെക്ഷൻ മാത്രം മതി. അപ്പോൾ ടോട്ടൽ എത്തെ എലമെൻസിൽ നിന്ന് ഈ ചെറിയ ഭാഗം കുറയ്ക്കുക. ആ ചെറിയ ഭാഗം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് എ ഇൻ്റർസെക്ഷൻ ബി ആണെന്നുള്ളത്. അപ്പോൾ എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അപ്പോൾ ഇതിനെ ഇക്വേഷൻ്റെ രണ്ട് സൈഡും ത്രൂ ഔട്ട് ആയിട്ട് എൻ ഓഫ് എസ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ കിട്ടും. പ്രോബബിലിറ്റി ഓഫ് എ മൈനസ് ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അത് ഇതിന്ന് കിട്ടണതാണ്. അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് പഠിക്കുക. അടുത്ത ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ നോട്ട് ബി, അതായത് പ്രോബബിലിറ്റി ഓഫ് എ മൈനസ് ബി തന്നെയാണ്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് ബി. കാരണം നമുക്കറിയാം എൻ ഓഫ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ ഈ ഒരു സെക്ഷനിൽ വരുന്നതാണ്. എൻ ഓഫ് എ മൈനസ് ബി കിട്ടാൻ എന്ത് ചെയ്താൽ മതി? എൻ ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം വരും. എ യൂണിയൻ ബിയിൽ നിന്ന് ബി സബ്ട്രാക്ട് ചെയ്യുക, എൻ ഓഫ് ബി സബ്ട്രാക്ട് ചെയ്യുക. അപ്പം എൻ ഓഫ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എൻ ഓഫ് എ യൂണിയൻ ബി മൈനസ് എൻ ഓഫ് ബി ആണ്. ത്രൂ ഔട്ട് ആയിട്ട് എൻ ഓഫ് എസ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ റിസൾട്ട് കിട്ടും. അതേപോലെ അടുത്ത ഇവൻ്റ് എന്ന് പറഞ്ഞാൽ പി ഓഫ് നോട്ട് എ ഓർ നോട്ട് ബി. നോട്ട് എ എന്ന് പറഞ്ഞാൽ നമ്മൾ എ ഡാഷ് എന്നാണ് എഴുതുക, അല്ലെങ്കിൽ എ കോംപ്ലിമെൻറ്റ്. നോട്ട് ബി എന്ന് പറഞ്ഞാൽ ബി കോംപ്ലിമെൻറ്റ് എന്നാണ് എഴുതുക. ഓർ വന്നതുകൊണ്ട് അവിടെ യൂണിയൻ വരും. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ആ ഇവൻറ്റിനെ നമ്മൾ എഴുതുന്നത് എ ഡാഷ് യൂണിയൻ ബി ഡാഷ് ആണ്. എ ഡാഷ് യൂണിയൻ ബി ഡാഷ് എന്നുള്ളത് എന്താണെന്നറിയാം? എ ഇൻ്റർസെക്ഷൻ ബി ഡാഷ് ആണെന്നറിയാം. ഡിമോർഗൻസ് ലോ വെച്ചിട്ട് എ ഡാഷ് യൂണിയൻ ബി ഡാഷ് എന്ന് പറഞ്ഞാൽ എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ ഡാഷ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ഡാഷ് യൂണിയൻ ബി ഡാഷ് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഹോൾ ഡാഷ്. അതെന്ന് പറഞ്ഞാൽ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. ഒരു ഇവൻറ്റും ആ ഇവൻറ്റിൻ്റെ കോംപ്ലിമെൻറ്റിൻ്റെ പ്രോബബിലിറ്റിയും ആഡ് ചെയ്യുമ്പോൾ 1 ആണ് വരിക. പി ഓഫ് ഇ പ്ലസ് പി ഓഫ് ഇ ഡാഷ് 1 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇൻ്റെ സ്ഥാനത്ത് കിടക്കുന്നത് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. അപ്പോൾ പി ഓഫ് ഇ ഡാഷ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് പി ഓഫ് ഇ. ഇവിടെ ഇൻ്റെ സ്ഥാനത്ത് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. അപ്പോൾ 1 മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ, നിങ്ങൾ ഇക്വേഷൻ പഠിച്ചാൽ മതി. അടുത്ത ഇവൻ്റ് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് നോട്ട് എ ആൻഡ് നോട്ട് ബി. നോട്ട് എ ആൻഡ് നോട്ട് ബി എന്ന് പറഞ്ഞാൽ നോട്ട് എ പറഞ്ഞാൽ എ ഡാഷ്, നോട്ട് ബി പറഞ്ഞാൽ ബി ഡാഷ്, ആൻഡ് വന്നതുകൊണ്ട് ഇൻ്റർസെക്ഷൻ. എഗെയിൻ ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ് എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബി ഹോൾ ഡാഷ് എന്ന് വരും.
അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഹോൾ ഡാഷ്. എഗെയിൻ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടുത്തെ ഇ എന്ന് പറഞ്ഞതിൻ്റെ സ്ഥാനത്ത് എ യൂണിയൻ ബി ആണ്. അപ്പോൾ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. അപ്പോൾ നിങ്ങൾ ഇത്രയും ഇക്വേഷൻസ് പഠിച്ചു വയ്ക്കുക. ഇത് മൊത്തം ഇതിൽ ഒന്നും കൂടി ഉണ്ട്. അടുത്ത ഈ ഇക്വേഷനും കൂടെ ഇൻക്ലൂഡ് ആയിട്ട് പഠിക്കുക. പി ഓഫ് എ ഓർ ബി ഈക്വൽ ടു പി ഓഫ് എ യൂണിയൻ ബി വിച്ച് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. കുറച്ച് മുന്നേ പഠിച്ചത്. അപ്പോൾ 1 2 3 4 5 ഇക്വേഷൻസ് ആണ്. ഈ ഇക്വേഷനിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത് വേറെ പഠിക്കണം എന്നൊന്നുമില്ല, ഇത് പഠിച്ചാലും മതി. അപ്പോൾ ഈ 5 ഇക്വേഷൻസ് അല്ലെങ്കിൽ ഈ 6 ഇക്വേഷൻസ് വൃത്തിയായിട്ട് പഠിക്കുക. ഇതിൻ്റെ പ്രോബ്ലംസ് അടുത്ത ക്ലാസ്സിൽ ചെയ്യിപ്പിക്കാം.